ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. സർപ്രൈസിനുള്ള സാധനം എന്താ കളക്ട് ചെയ്ത് ഞങ്ങളുടെ കയ്യിലുണ്ടേ. ഇതായിരുന്നേ ആ സർപ്രൈസ്. ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നേ. ഒരുപാട് ദിവസമായി ബർത്ത്ഡേ കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ ടൈം കിട്ടിയത്. സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു വിട്ടത് ഞങ്ങളുടെ അച്ഛൻ ഗൾഫിലാണേ. എന്റെ അമ്മ ഭയങ്കര നാണക്കാരിയാട്ടോ. ഹാപ്പി ബർത്ത്ഡേ സില് ഹാർട്ടൊക്കെ ഉണ്ട്, ഭയങ്കര പ്രേമ രണ്ടുപേരും. ഇപ്പോഴും നാണിച്ച് കേക്കൊക്കെ മുറിക്കുക. വിഷ്ണു പിടിച്ചു വലിച്ച ഒരു വിധത്തിൽ കേക്കിനടുത്ത് കൊണ്ട് നിർത്തിയത്. ക്യാമറ കണ്ടാല് അമ്മ ഓടുന്ന വഴി എങ്ങോട്ടാന്ന് ഞങ്ങൾക്ക് പോലും പിടികിട്ടത്തില്ല. അതുപോലാണ് ക്യാമറ മുന്നിൽ നിന്ന് അമ്മ ഒറ്റ ഓട്ടമാണ്. എന്താണോ എന്തോ. ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചാൽ വേണം, വേണ്ടിയെന്ന് ചോദിച്ചാൽ വേണ്ട. ഞങ്ങൾക്ക് ഭയങ്കര നാണാട്ടോ. ഞങ്ങളെല്ലാവരും മാറി മാറി അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു, ഞങ്ങൾക്ക് തന്നു. എല്ലാവരുടെ ഹാപ്പി ആയിട്ട് കേക്ക് എല്ലാം കഴിച്ചു. അമ്മയുടെ കേക്ക് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാനുള്ള ധൃതിയില്ല. അപ്പോഴേക്കും ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടുവന്നു. ഇത് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാഗ്യമായിട്ടോ. അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഫ്രെയിം ചെയ്ത് റൂമിൽ വെച്ച് ഇങ്ങനെ കാണാന്നുള്ള ഞങ്ങൾ അതങ്ങ് നടത്തിക്കെടുത്തു. അനിയത്തിയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ചുരിദാർ സെറ്റ് വാങ്ങിക്കൊടുത്തായിരുന്നേ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു, അമ്മയുടെ സന്തോഷമൊക്കെ കണ്ടു. പിള്ളേർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ, അനിയത്തിമാരും അനിയന്മാരും. അങ്ങനെ എല്ലാവരുടെ കൂടെ ആ ദിവസം അങ്ങ് കളറാക്കി കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും വിഷ്ണു നേരെ തിരിച്ച് വീട്ടിൽ പോയി. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.